ആശമാരുമായി ചർച്ച നടത്തിയത് സമരം പൊളിക്കാൻ. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കെ സുധാകരൻ. ആശാവർക്കർമാരുമായി സർക്കാർ നടത്തിയ രണ്ടാമത്തെ ചർച്ചയും പരാജയപ്പെട്ടതിന് പിന്നാലെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി KPCC അധ്യക്ഷൻ കെ സുധാകരൻ. കേരളം കണ്ട ഏറ്റവും മനുഷ്യത്വം മരവിച്ച ക്രൂരനായ മുഖ്യമന്ത്രിയുടെ മുഖം തുറന്നു കാട്ടുന്നതാണ് ആശാവർക്കർമാരോടുള്ള നിരന്തരമായ ഈ അവഗണനയെന്ന് അദ്ദേഹം വിമർശിച്ചു. നിരാഹാര സമരത്തിലേക്ക് മാറുന്നതിന് മുമ്പായി സർക്കാർ ഇടപെടൽ നടത്തിയെന്ന് വരുത്തി തീർക്കാനും സമരം പൊളിക്കാനുമുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് സമരക്കാരുമായി ധൃതി പിടിച്ച ചർച്ച സർക്കാർ നടത്തിയതെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി. അതിനാലാണ് അവരുടെ ആവശ്യങ്ങൾക്ക് ചെവി കൊടുക്കാതെ മുൻവിധിയോടെ ആരോഗ്യമന്ത്രി ചർച്ച നടത്തിയത്. സമരമുഖത്തുള്ള ആശാവർക്കർമാർ കേരളത്തിലുള്ള 26,125 ആശമാരുടെയും ശബ്ദമായാണ് പ്രതിഷേധിക്കുന്നത്. പഞ്ചാര വാക്കുകൾ കൊണ്ട് അവരുടെ സമരത്തെ അടക്കി നിർത്താൻ അവർ CPMന്റെ പോഷക സംഘടനയുടെ അടിമകളല്ലെന്ന് ഇനിയെങ്കിലും സർക്കാർ തിരിച്ചറിയണം. ആർജവും ആത്മാഭിമാനവും പണയം വയ്ക്കാത്ത പോരാട്ട വീര്യമുള്ളവരാണവർ. ജീവിക്കാനുള്ള അന്തിമ പോരാട്ടത്തിനിറങ്ങിയ അവരുടെ ആ മനക്കരുത്ത് കണ്ടാണ് കേരള ജനതയും കോൺഗ്രസ് പ്രസ്ഥാനവും അവരുടെ സമരത്തിന് പിന്തുണ നൽകിയത്. ആശാവർക്കർമാരുടെ കണ്ണീരിലും ദുരിതത്തിലുമാണ് പിണറായി വിജയൻ നവകേരളം സൃഷ്ടിക്കുന്നത്. ആ നവകേരള സങ്കല്പത്തിൽ തൊഴിലാളികളോട് കടക്ക് പുറത്ത് എന്ന സമീപനമാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. വൻകിട കോർപ്പറേറ്റുകളെയും കുത്തക മുതലാളിമാരുടെയും പരിലാളനയിൽ പിണറായി വിജയൻ സൃഷ്ടിക്കുന്ന നവകേരളത്തിൽ പാവപ്പെട്ട ആശാവർക്കർമാർ, അംഗൻവാടി ജീവനക്കാർ, അവശ ജനവിഭാഗം തുടങ്ങിയവർക്കൊന്നും ഒരു സ്ഥാനവുമില്ലെന്ന് സർക്കാർ പ്രഖ്യാപിക്കുകയാണ്. ഉചിതമായ തീരുമാനം ഉണ്ടാകുന്നതുവരെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളുമായും കോൺഗ്രസ് ഒപ്പമുണ്ടാകുമെന്നും സുധാകരൻ പറഞ്ഞു. അതിനിടെ ആശാവർക്കേഴ്സിന്റെ വിഷയത്തിൽ കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്താൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഡൽഹിയിലേക്ക് തിരിച്ചു. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തും. ആശമാരുടെ സമരവും ആവശ്യങ്ങളും ഉന്നയിക്കും. കേന്ദ്രം നൽകാനുള്ള കുടിശ്ശിക നൽകണമെന്നാവശ്യപ്പെടുമെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ആശാവർക്കേഴ്സിന്റെ ഇൻസെന്റീവ് വർധന സമയബന്ധിതമായി പരിഗണിക്കുമെന്ന് പാർലമെന്റിൽ JP നദ്ദ വ്യക്തമാക്കിയിരുന്നു. കേരളത്തിന് കുടിശ്ശികയായി ഒന്നും തന്നെ നൽകാനില്ലെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട്. ഈ പശ്ചാത്തലത്തിൽ ചർച്ചയിലൂടെ ഉരുത്തിരിയുന്ന പരിഹാരം എന്തായിരിക്കുമെന്നത് ഏറെ നിർണായകമാണ്.